ഫ്രണ്ട്സ്, മാക്സ് പിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കണവ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. കണവ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: സവാള, കൊച്ചുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ കണവ. എന്നിട്ട് പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുകിടുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് സവാളയും ഉണ്ട്, കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി നമുക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടും. കൊച്ചുള്ളി ഇട്ടാൽ പിന്നെ നമുക്കതൊന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഒന്ന് വഴറ്റിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അതിൻ്റെ അകത്ത് പച്ചമണം മാറാനായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞതാണ്. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണേ. നന്നായിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഞാൻ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ അടപ്പടച്ച് നമുക്കൊരു വിസിൽ കേൾക്കുമ്പോൾ സ്വാദിഷ്ടമായ കണവ റോസ്റ്റ് റെഡി.